ലെവൽ ക്രോസ് സിനിമ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഈ വീഡിയോൻ്റെ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ പറയാം കേട്ടോ. നിങ്ങളങ്ങനെ ആദ്യം തന്നെ ഇത് കണ്ടിട്ട് പോകണ്ട. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് സിനിമ എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയാം കേട്ടോ. അത് ഞാൻ പോസിറ്റീവായിട്ടൊക്കെ തന്നെ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം ആസിഫ് അലിയുടെ പെർഫോമൻസ്. ആസിഫ് അലി മാത്രമല്ല കേട്ടോ, 3 പേരാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. എക്സെപ്ഷണൽ തന്നെയാണ്. ആസിഫ് അലിയുടെ ഒക്കെ ചില ടൈറ്റ് ഫ്രെയിമൊക്കെ വരും. ആ ടൈറ്റ് ഫ്രെയിമിൽ പുള്ളിക്കാരൻ ചെറിയ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ ഇടും. അത് മതി പുള്ളിക്കാരൻ എന്നുള്ളൊരു ആക്ടർ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവാൻ. പിന്നെ ആണെങ്കിൽ ഷറഫുദ്ദീനും അദ്ദേഹമൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആക്ടിങ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് മാറത്തില്ലേ, അത് നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചെന്നൊരു സിനിമയും കൂടിയായിരുന്നു. അമലാപോൾ ഒരു അമലാപോളിൽ നിന്ന് എനിക്കൊരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ലൈൻ കിട്ടിയ ഒരു അമലാപോളായിട്ട് ഫീൽ ചെയ്തൊരു സിനിമയും കൂടിയാണ്. പുള്ളിക്കാരിയുടെ ഒരു ചില ചിരിക്കുന്ന ഭാഗമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഉണ്ട്, അതൊരു സ്റ്റേബിൾ ആയിട്ടായിരിക്കും ത്രൂ ഔട്ട് സിനിമയിൽ പോണത്. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. നല്ല രീതിയിൽ ആ ഒരു ആക്ട്രസിനെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു പറഞ്ഞിട്ടത് ഡയറക്ഷനാണ്. അർഫാസ് ഇഷ് മൂവി നമ്പർ 1 ഫിലിം നമ്പർ 1 അങ്ങനെ എന്തോ എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒന്നാമത്തെ സിനിമയാണെന്ന് പറയില്ല ബ്രോ, സത്യം പറഞ്ഞാൽ പറയില്ല. അർഫാസ് അയൂബ് എന്നാണ് ഡയറക്ടറുടെ പേര്. നമ്മുടെയൊക്കെ ത്രില്ലറുകളുടെ കിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന ജിത്തു ജോസഫ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു കേട്ടോ. കോമനിലൊക്കെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ ഒരു സേഫ് സോണിൽ ഇരുന്നുകൊണ്ടായിരിക്കും എല്ലാവരും ഒന്നാമത്തെ മൂവി ചെയ്യാൻ പോണത്. കുറച്ച് ആൾക്കാരെ കയറ്റുന്ന തരത്തിൽ കുറെ കൂടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു മൂവി ആയിരിക്കും സാധാരണ ഒരു ഒന്നാമത്തെ ഡയറക്ടർ അല്ലെങ്കിൽ ഫസ്റ്റ് മൂവി ചെയ്യുന്ന ഒരു ഡയറക്ടർ സാധാരണ ചെയ്യുന്നത്. ട്യൂണീഷ്യയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ട്യൂണീഷ്യയിൽ, ഇന്ത്യയിലൊന്നും അല്ല, ഇന്ത്യയിലൊക്കെ നോക്കിയിരുന്നു എന്നാണ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത്. ട്യൂണീഷ്യയിലായിരുന്നു. പിന്നെയുള്ള സാധാരണ എല്ലാ ഡിപ്പാർട്ട്മെന്റും കേട്ടോ. എടുത്തെടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോൾ സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, മ്യൂസിക്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നാലല്ലേ ഒരു കംപ്ലീറ്റ് പാക്കേജ് അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഇതെല്ലാം നല്ലപോലെ വന്നിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ഗംഭീരമാണ്. ചില ഷോട്ടൊക്കെ കാണണം, എന്ത് ഭംഗിയാണ്. ഒരു മരുഭൂമിയിലെ ഒരു വൈറ്റ് ഷോട്ടുകളൊക്കെ ഉണ്ട്. ഒരു ഗുഹയ്ക്കുള്ളിലെ ഒരു വൈറ്റ് ഷോട്ട് ഉണ്ട്. എനിക്ക് ബോറടിച്ചില്ല ആ ഒരു സാധനങ്ങളൊക്കെ കാണുമ്പോൾ. അതായത് ചിലപ്പം കുറേ ഷോട്ടുകളൊക്കെ ഇങ്ങനെ ഇച്ചിരി ലെങ്തിയൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു ബോറടിക്കുമല്ലോ. എനിക്കിവിടെ അങ്ങനെ ബോറൊന്നും അടിച്ചില്ല, അല്ലെങ്കിൽ ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. 2 മണിക്കൂർ ഇല്ല കേട്ടോ സിനിമ, 1 മണിക്കൂർ 56 മിനിറ്റേ ഉള്ളൂ. അപ്പു പ്രഭാകറാണ് അതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്, ഗംഭീര വർക്കാണ്. ദീപു ജോസഫാണ് അതിനെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. വിശാൽ ചന്ദ്രശേഖറാണ് മ്യൂസിക്. സീതാരാമൊക്കെ ചെയ്തത് വിശാൽ ചന്ദ്രശേഖറാണ്. എനിക്കൊന്ന് പുള്ളിക്കാരൻ്റെ മലയാളം ഫസ്റ്റ് മൂവി ആണെന്നാണ് തോന്നുന്നത്, ഇഫ് ഐ ആം നോട്ട് റോങ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് മലയാളം മൂവി ഗംഭീര വരവ് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഒരു പാട്ടും ലാസ്റ്റ് ഒരു പാട്ടുമാണ്, 2 പാട്ടേ ഉള്ളൂ. പിന്നെ മ്യൂസിക് വർക്കാണ്. ആ ഒരു പേസിനെ പിടിച്ചു നിർത്തുന്ന വിധത്തിലുള്ള മ്യൂസിക്കാണ്. അപ്പോൾ നമ്മളെല്ലാ ഏരിയയും പറഞ്ഞു പോകുന്നല്ലോ. ഇനി സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്കിപ്പോഴും ആ സിനിമ കണ്ടിട്ട് പോയ കിളികളൊന്നും തിരിച്ചു വന്നിട്ടില്ല, അങ്ങനെ തന്നെ പറയണം. ഒരുപക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇതിലെ ട്വിസ്റ്റുകളൊക്കെ വലിയ പുതുമകളായിട്ട് തോന്നത്തില്ല, എവിടെയെങ്കിലുമൊക്കെ കണ്ടു മറന്നായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് സിനിമ കാണുന്നതാണെങ്കിലും അത് മലയാളത്തിൽ ഇത്തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന നിലയ്ക്ക് എനിക്കിതിലെ ട്വിസ്റ്റുകൾ നല്ല രസമായിട്ട് തോന്നി, നല്ല രീതിയിൽ വർക്കായി. അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് കംപ്ലീറ്റ് എൻജോയ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു പ്ലോട്ടായിരുന്നു. ആ പ്ലോട്ടിനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടി കൊടുക്കാത്ത വിധത്തിലൊരു സംഭവത്തിലൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ വരുന്ന വഴിയൊക്കെ ആലോചിക്കുമായിരുന്നു, എന്താ അങ്ങനെ സംഭവിച്ചേ, അല്ലെങ്കിൽ ഇതെന്ത് എല്ലാം കൂടെ കണക്റ്റ് വായിച്ചപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഇങ്ങനെ ആയിരുന്ന സംഭവം എന്നുള്ളൊരു കാര്യം പിടികിട്ടിയത്. സ്പോയിലർ, എവിടെ തൊട്ടാലും സ്പോയിലറായി പോകും, അതുകൊണ്ടൊന്നും പറയുന്നില്ല. ക്ലൈമാക്സ് ഒരു സംഭവം നടന്നു. ആ സംഭവം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു സാധനമുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന സാധനത്തിൽ നിന്ന് മാറ്റിയിട്ടൊരു സാധനം കാണിക്കുമ്പോഴും നമ്മുടെ കിളി അവിടെയാണ് പോകുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. സസ്പെൻസ്, ഒരു ത്രില്ലർ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു എലമെൻറ്റ് പോകരുതല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞാൻ ആ ഒരു മേഖലയിലോട്ട് കടക്കുന്നില്ല. അല്ലായിരുന്നെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ കുറച്ചൊക്കെ പറയാമായിരുന്നു. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എസെൻസ് പോകുന്നുള്ളത് കൊണ്ടും സിനിമ ഒത്തിരി പേര് ഇനിയും കാണാനുള്ളത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല കേട്ടോ. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് ലാഗായിട്ട് തോന്നിയേക്കാം, ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കേട്ടോ. എനിക്ക് തോന്നിയില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലായിരുന്നു, ആ സ്റ്റോറി ടെല്ലിങ് അങ്ങനെയാണ്. ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതകൾ കാണിക്കണമെങ്കിൽ അങ്ങനെ സ്റ്റോറി പോകണം. സെക്കൻഡ് ഹാഫിലൊരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയാം, അതിലോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലാഗിങ് ആയിട്ട് തോന്നിയില്ല. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. അതുപോലെ തന്നെ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മാക്സിമം തിയേറ്ററിൽ പോയി കാണുക. മോളിവുഡ് ഈസ് ബാക്ക് ഓൺ ട്രാക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയെ പറ്റിയുള്ള ചെറിയ അഭിപ്രായം.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂവി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. മൂവി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് റിവ്യൂ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.